അതിനുശേഷം അവരെന്നെ വന്ന് കണ്ടിരുന്നു. പത്മജ എന്നെ വന്ന് കണ്ടിരുന്നു. അവർ എൻ്റെ അടുത്ത് സംസാരിച്ചു. അവരവരുടേതായ ദുഃഖവും പ്രയാസങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പരിഹരിക്കാൻ കഴിയത്തക്ക രൂപത്തിൽ പാർട്ടി ഇന്നും ചില നടപടികൾ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതേതൊക്കെ എന്ന് എനിക്ക് സ്ട്രൈറ്റായിട്ട് പറയാൻ കഴിയുന്നില്ല. കാരണം അത് എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് ഞാനുമായിട്ട് ആലോചിച്ചിട്ടല്ല. പക്ഷേ അതിൻ്റെ റിപ്പോർട്ട് അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. എങ്ങനെയാ? അല്ലല്ല, നീതി അനീതി പറയേണ്ട ഒരാൾ ഞാനല്ലല്ലോ. ഞാൻ പറയേണ്ടത് വളരെ വ്യത്യസ്തമായ സാഹചര്യത്തിലാണ്. ഞാൻ നീതി വളർത്തിയില്ല എന്ന് പറഞ്ഞിട്ട് അത് ആഘോഷിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ ഈ ചോദ്യം എന്ന് എനിക്കറിയാം. പക്ഷെ നമ്മൾ തമ്മിൽ തർക്കമില്ലാത്ത ആളുകളായതുകൊണ്ട് ഞാൻ ആ ആഘോഷത്തിൻ്റെ ഭാഗമായി ചേരുന്നില്ല. പക്ഷേ യാഥാർത്ഥ്യത്തിൽ നിന്ന് എനിക്ക് ഒളിച്ചോടാൻ പറ്റിയല്ല. ആ പാർട്ടിയിൽ നിന്ന് നിയോഗിച്ചു, ഞങ്ങളവിടെ പോയി കാര്യങ്ങൾ വിലയിരുത്തി റിപ്പോർട്ട് എഴുതി, റിപ്പോർട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് കൊടുത്തു. അതിൻ്റെ മേൽ ചില ഫർദർ നടപടികളും എടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പത്മജയെ കണ്ട സമയത്ത് സാറ് പത്മജയോട് കെ സി വേണുഗോപാലിനെ നേരിട്ട് സംസാരിക്കാൻ പറഞ്ഞു എന്നാണ് അവർ പറയുന്നത്. ഈ അന്വേഷണ സമിതി താങ്കൾ വിട്ടുപോയതാണ്, തിരുവനന്തപുരത്ത് വിശ്വസിക്കരുതെന്ന് താങ്കൾ പറഞ്ഞു എന്ന് പത്മജ ഇപ്പോൾ പരസ്യമായി പറയുകയാണ്. ഒപ്പം തന്നെ കെ പി സിയുടെ മുന്നിൽ നിരാഹാരമായി പോവുകയും ചെയ്തു. ഇതിൽ എന്തെങ്കിലും വസ്തുത? അല്ല, പത്മജ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പത്മജ ഇപ്പോൾ പരസ്യമായി മാധ്യമങ്ങൾക്ക് പറഞ്ഞത് അന്വേഷണ സമിതി അധ്യക്ഷനായ താങ്കളോട് എത്തിയപ്പോൾ കെ സി വേണുഗോപാലിനെ നേരിട്ട് സംസാരിച്ചോളം പറഞ്ഞു. ഈ സംഭവം ബന്ധപ്പെട്ട് താങ്കൾ വിട്ടുപോയതാണ്, സിദ്ദിഖിനെ വിശ്വസിക്കരുതെന്ന് തിരുവനന്തപുരം രാധാകൃഷ്ണൻ പത്മജയോട് പറഞ്ഞു എന്നാണ് പത്മജ പറയുന്നത്. ഞാൻ അങ്ങനെയൊന്നും പറയില്ല. എൻ്റെ പണി അതൊന്നും അല്ലല്ലോ. എൻ്റെ പണി കൂടെയുള്ള സഹപ്രവർത്തനെ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് നടക്കുന്നതാണോ എൻ്റെ പണി? അതൊന്നും ഞാൻ പറയില്ല. എൻ്റെ അറിയാവുന്ന ആളുകളും ഞാനത് പറഞ്ഞു എന്ന് വിശ്വസിക്കത്തുമില്ല. ഞാനതൊന്നും പറയത്തുമില്ല. അല്ല, ഭാഗികമായി ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഈ പറഞ്ഞ കൂട്ടത്തിലെ അവസാനത്തെ സെൻറ്റൻസ് അതാണ്. കുറേ കാര്യങ്ങൾ നടപ്പാക്കിയിട്ടുണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് ഞാൻ പറഞ്ഞു. അത് ഞാൻ പറയാൻ കാരണം എന്തൊക്കെയാണ് നടപ്പാക്കാത്തത്, എന്തൊക്കെയാണ് നടപ്പായത് എന്നുള്ളതിനെക്കുറിച്ച് എന്നോട് കൃത്യമായി ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞത്. വരട്ടെ, അത് അന്വേഷിക്കേണ്ടി വന്നാൽ ആ സമയത്തല്ലേ ഉള്ളൂ. ഇവിടെയുള്ളത് നമ്മൾ കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അത് പൊടിയടിച്ചിരിക്കുകയാണോ, അതെയോ അതിൻ്റെ പുറത്ത് ഫർദറായിട്ടുള്ള എന്തെങ്കിലും സ്റ്റെപ്സ് എടുത്തിട്ടുണ്ടോ? ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഫർദറായിട്ട് ചില സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഏത് ഘട്ടം വരെ എന്നെനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. അതേതായാലും അതിനൊരു പരിഹാരം ഉണ്ടാക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാനും ഇരിക്കുന്നത്. അത് പാർട്ടിക്കകത്ത് ഈ ആത്മഹത്യ എപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മദുഃഖം ഉണ്ടാക്കുന്ന കാര്യമല്ലേ. അതിൽ വേദനയില്ലാത്ത ആളുകൾ ആരാണ്? അതല്ലല്ലോ പ്രശ്നം. അതിൻ്റെ റീസൺ എന്താണ് എന്ന് കണ്ടെത്തണം. ആ റീസണ് നമുക്ക് അതിൻ്റെ നന്നായിട്ട് കൃത്യമായ അതിൻ്റെ ഒരു ചികിത്സ ഉണ്ടാകണം. അതല്ലാതെ ആത്മഹത്യ അല്ലല്ലോ ഇതിനൊക്കെ ഒരു പരിഹാരമാർഗം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകരുതായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ എന്തൊക്കെയാണെന്നുള്ളത് അതിന് ഫർദറായിട്ട് ഒന്ന് പരിശോധിച്ചെങ്കിൽ എനിക്കും ഫൈനലായി പറയാൻ പറ്റും. എങ്ങനെ അന്വേഷണം അതല്ല, അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറേ ഒരു ഇഷ്ടയില്ലായ്മയുടെ പ്രശ്നമുണ്ട്. ആ ഇഷ്ടയില്ലായ്മയുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള മറ്റ് പൊളിറ്റിക്കലായിട്ടുള്ള ഡിസിഷൻ കൂടി വരണം. അതൊരു പാർട്ടി ചെയ്യാതിരിക്കില്ലല്ലോ. അതിനു വേണ്ടിയുള്ള പരിശ്രമം ഉണ്ടാകുമല്ലോ. അങ്ങനെ ഏകോപിച്ച് പോകുന്ന ഒരു സന്ദർഭമാണ് ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും UDFനെയും സംബന്ധിച്ച് വയനാടെന്ന് പറയുന്നത് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെൻറ്ററാണ്. ഒരു കാലത്ത് ഞങ്ങൾക്ക് 3 MLAമാർ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ നല്ല രൂപത്തിൽ ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ട് അത് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ഞങ്ങളെ ഒന്ന് ചെറുതാക്കി കളയാം എന്ന് കരുതി ഇതിനൊരു ആയുധമായി വിനിയോഗിക്കുന്നവരും ഉണ്ടാകും. ആ ആയുധമായി വിനിയോഗിക്കുന്ന ആളുകളുടെ മുമ്പിൽ നമ്മൾ ഒരു നിന്നു കൊടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് പാർട്ടിക്കകത്തത് കൃത്യതയോടുകൂടി പോകട്ടെ, ഭംഗിയായി പോകട്ടെ. ഉയർന്നു വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ തന്നെ പരിഹാരമുണ്ടായി മുന്നോട്ട് നീങ്ങണം എന്നാണ് എൻ്റെ അഭിപ്രായം. ആദ്യം ഒരു ആത്മഹത്യ നടന്നു സാർ, അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയുള്ള ഉപസമിതി വെച്ചാണ്. അപ്പോൾ അന്വേഷിച്ച ഒരു റിപ്പോർട്ട് KPCC കൊടുത്തു.
അതിലൊരു നടപടി എടുക്കാത്തതും കാര്യക്ഷമമായി ഇടപെടാത്തതും കൊണ്ടല്ലേ വീണ്ടും ഒരു ആത്മഹത്യാ സംഭവം തുടർന്നുള്ള സംഭവങ്ങളൊക്കെ വരുന്നത്. അപ്പൊ സാറൊന്ന് നേരിച്ച ആ കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ട് ശരിയാവുന്ന നടപ്പാക്കിയിരുന്നത് ഇത്ര വീണ്ടും തുടർ സംഭവങ്ങൾ ഉണ്ടാവുമായി. രണ്ടും രണ്ട് ഇഷ്യൂ ആണ്. അന്ന് ഞങ്ങൾ അന്വേഷിച്ചിട്ടുള്ളത് അവിടെ ഇദ്ദേഹത്തിൻ്റെ കാര്യം മാത്രമാണ്, അതായത് ഗോപിയേട്ടൻ്റെ കാര്യത്തെ സംബന്ധിച്ചാണ്. അതല്ലാതെ മറ്റു കാര്യങ്ങൾ അപ്പം നമ്മുടെ മുമ്പിലില്ല, അതൊരു ഇഷ്യൂ ആയിട്ട് നിൽക്കുന്നുമില്ല. ഇന്നലെയും മിനിയാന്നും അതിൻ്റെ തലേദിവസമായിട്ടുണ്ടായ കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഇത് രണ്ട് ഇഷ്യൂ ആണ്. ഏതായാലും പാർട്ടിക്കകത്തുണ്ടാകുന്ന ഇതുപോലെ അഭിനന്ദനീയമായ കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കത്തക്കുള്ള സ്റ്റെപ്സ് ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പത്മജ സാറിനെ വന്ന് കണ്ടിട്ടും അതിലൊരു പരിഹാരം ആവാത്തതും തുടർന്നിട്ടുള്ളൊരു വിഷയം കൂടി ഉണ്ടല്ലോ. അതാണ് എന്നെ വന്ന് കണ്ടത് ഈ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയല്ല, പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞല്ലോ. ആ റിപ്പോർട്ടായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്തല്ലോ. അതിലെ ഭാഗികമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതാ നടക്കാത്തത് എന്നുള്ളത് അവരും അങ്ങനെ അങ്ങോട്ട് തരംതിരിച്ച് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കൂടി പരിഹാരം ഉണ്ടാകേണ്ടതാണ് എന്നുള്ള അവരുടെ ആഗ്രഹമാണ് എന്നോട് വീണ്ടും പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. ഞാനതുപോലെ ഈ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഡീവിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ എന്തായാലും NM വിജയന്റെ കുടുംബവുമായുള്ള കരാറിന്റെ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അത്തരത്തിൽ ഒരു അന്വേഷണം നടത്തിയതിനു ശേഷം റിപ്പോർട്ട് നൽകിയ ഒരു കരാർ ഉണ്ടായിരുന്നു. ആ കരാറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു നിലവിൽ കുറച്ച് കാര്യങ്ങൾ നടപ്പാക്കിയെന്നാണ് കരുതുന്നത് എന്നാണ് തിരുവഞ്ചൂർ പറയുന്നത്. തിരുവഞ്ചൂരിനെ കൃത്യമായി എന്തൊക്കെ നടപ്പാക്കിയെന്ന് അറിയിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. എന്തായാലും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് കൂടി ഇത് കേൾക്കണം. കാരണം അത്തരത്തിലൊരു കരാറുമില്ല എന്ന് സണ്ണി ജോസഫ് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഒരു വാർത്താ സമ്മേളനം കൂടി നടക്കുന്നത്.